ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാഴ്ചകൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു രണ്ടാഴ്ചകൾ കഴിയുമ്പോൾ ആദ്യത്തെ ആഴ്ചയെ നമ്മളൊരു ടോപ്പ് 7 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആഴ്ച കഴിയാൻ പോകുമ്പോഴും നിലവിലെ ഒരു സാഹചര്യത്തിൽ ടോപ്പ് 7 കണ്ടസ്റ്റൻസിലേക്ക് നോക്കാം. കാരണം ഇത് സീസൺ 7 ആണല്ലോ. അപ്പോൾ നമുക്ക് സീസൺ 7ൽ നമുക്ക് ടോപ്പ് 7 തന്നെ നോക്കാം. അപ്പോൾ ഈ ഒരാഴ്ചയിൽ നമുക്ക് ടോപ്പ് 7ലേക്ക് വരുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്ന് നോക്കാം. നിലവിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും ഇതുവരെ രണ്ടാഴ്ചകളിലെ കണ്ടസ്റ്റൻസിന്റെ ഒരു പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ്. അപ്പം ആദ്യം തന്നെ ഇതൊരു എന്താ പറയുന്ന ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന രീതിയിൽ കൊടുക്കുന്നതല്ല, മൊത്തം ടോപ്പ് 7ൽ വരുന്ന കണ്ടസ്റ്റൻസിനെ എല്ലാം ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി പറയുന്നുവെന്ന് മാത്രം. അതല്ലാതെ ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുക്കുകയല്ല. ആ ഒരു ലെവലിലേക്ക് ആരും തന്നെ ഇതുവരെയും ഉയർന്നിട്ടില്ല. സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേറെ ആരുമല്ല, നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷിനെ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് 7 കണ്ടസ്റ്റന്റിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. കാരണം തുടക്കം മുതൽ ഈ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴും മികച്ച രീതിയിൽ ഫൈറ്റ് ചെയ്ത് എല്ലാ കണ്ടസ്റ്റൻസിനും എതിരെ സംസാരിച്ച് ഒരു കുറച്ച് വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്പേസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ടെത്തി ഒരു പരിധി വരെ പ്രേക്ഷക മനസ്സിലിടം നേടാനും ആൾക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഗെയിം കളിച്ച് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് തന്നെയാണ് കോമണറായിട്ട് വന്നിരിക്കുന്ന അനീഷ്. അപ്പോൾ അനീഷിനെ നമുക്ക് ഈ ഒരു ടോപ്പ് 7 കണ്ടസ്റ്റന്റ് എന്താണെന്നുണ്ടെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്തത് നമുക്ക് ഷാനവാസിന്റെ പേര് പറയാൻ സാധിക്കും. ഷാനവാസ് പ്രായത്തെ മറന്നും ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ മികച്ച ഗെയിം കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫിസിക്കൽ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ട്, അസുഖങ്ങളുണ്ട്, ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും മാക്സിമം എഫേർട്ട് ഇട്ട് ഫിസിക്കൽ ടാസ്കുകളിലേക്ക് ഷാനവാസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മൈൻഡ് ഗെയിം ആണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. പിന്നെ സംസാരിച്ച് കൂടുതൽ വഷളാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഓവറായി സംസാരിച്ച് നിൽക്കാനോ ഇതുവരെയും ഷാനവാസിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കണ്ടിട്ടില്ല. എന്നാലും അധികം അതിലേക്കൊരു എന്താ പറയുന്ന ഒരു കഴിവുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. എന്നാൽ പോലും മികച്ചൊരു ഗെയിമറായിട്ട് നമുക്ക് ഷാനവാസിനെ നമുക്ക് ടോപ്പ് 7 ലിസ്റ്റിലേക്ക് ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്തത് നമ്മുടെ ജിസേലാണ്. ജിസേലിനെ നമുക്കൊരു മികച്ച ഗെയിമറായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബിഗ് ബോസിന്റെ പല റൂളുകളും വയലേറ്റ് ചെയ്യുന്നുണ്ട്, മനുഷ്യ സഹജമായ പല തെറ്റുകളും വരുത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു ഗെയിമറാണ്, ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്, കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ പ്രേക്ഷക മനസ്സിലിടം നേടാനും സാധിച്ചിട്ടുണ്ട്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7ൽ നമുക്ക് ടോപ്പ് 7 ലിസ്റ്റിലേക്ക് നിലവിൽ ജിസേലിനെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. എന്താണെങ്കിലും മുന്നോട്ട് പോകുമ്പോഴും അവിടെ തന്നെയൊക്കെ കാണുമെന്ന് നമുക്ക് കരുതാം. അടുത്തത് നമുക്ക് ആര്യൻ കത്തൂരിയ. ആര്യൻ കത്തൂരിയയും ഒരു യങ്ങർ ആക്ടർ കാറ്റഗറിയിൽ വന്ന് മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ചു പോകുന്നുണ്ട്. അഭിപ്രായങ്ങളും നിലപാടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധി വരെ ടാസ്കുകളിൽ മികച്ച രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുറച്ച് കണ്ടസ്റ്റൻസിനെ പ്രേക്ഷകർ എന്താണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ടോപ്പ് 7 ലിസ്റ്റിലേക്ക് നമുക്ക് ആര്യൻ കത്തൂരിയും എന്താണെന്നുണ്ടെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കും. അടുത്തത് നമുക്ക് അക്ബർ ഖാൻ. അതുപോലെ തന്നെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് എന്ന് പറയാം. പ്ലാൻഡ് ആയിട്ട് ഓരോ ടാസ്കുകളും വെൽ പ്ലാൻഡ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജികൾ വർക്കൗട്ട് ആക്കി അക്ബർ ഖാൻ തൻ്റെതായിട്ടുള്ള രീതിയിൽ മികച്ച രീതിയിൽ തന്നെ ടാസ്കുകൾ കളിക്കുന്നുണ്ട്. ചില റോങ് സ്റ്റേറ്റ്മെന്റുകളും കുറച്ച് ഗ്രൂപ്പിസവും പരദൂഷണമൊക്കെ ആയിട്ട് ഒരു സൈഡ് പിടിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ബിഗ് ബോസ് സീസൺ ആണ്, ബിഗ് ബോസ് ഹൗസ് ആണ്. അതിനുള്ളിൽ എല്ലാ സംഭവങ്ങളും എല്ലാ കണ്ടന്റുകളും ഉണ്ടാവും. അപ്പം തെറ്റ് ശരിയൊക്കെ അതിന്റെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. നമുക്കൊരു ഗെയിമർ എന്ന നിലയിൽ നമുക്ക് അക്ബർ ഖാനെയും ഈ ഒരു ടോപ്പ് 7 കണ്ടസ്റ്റന്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ എന്താണെങ്കിലും സാധിക്കും. നല്ല മികച്ച രീതിയിൽ തന്നെ അക്ബർ ഖാനും മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്തത് നമുക്ക് അപ്പാനി ശരത്ത്. നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസം ഫോം ചെയ്യുന്നു, ഒരു പരദൂഷണം ഗ്യാങ് എന്നിങ്ങനെയൊക്കെ നിലനിൽക്കുമ്പോഴും സീസൺ 7ൽ അത്യാവശ്യം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അപ്പാനി ശരത്ത് നല്ല രീതിയിലുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ടാസ്കുകളിലും കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളിക്ക് പറ്റുന്നതായ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഓവർ ആയിട്ടുള്ള ദേഷ്യപ്പെടൽ, അനാവശ്യമായിട്ടുള്ള ഒച്ചയെടുക്കൽ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പാനി ശരത്തിന്റെ സൈഡിൽ നിന്നും. അതൊക്കെ ഒരു സീസൺ ആകും, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കണ്ടന്റ് വരുന്നുണ്ട് അപ്പാനിയുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും പ്രേക്ഷക സപ്പോർട്ട് അധികം വന്നിട്ടില്ല. ബട്ട് കമ്പയർഡ് ടു അതർ കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പ് 7 ലിസ്റ്റിലേക്ക് അപ്പാനി ശരത്തിനെയും എന്താണെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താം. അടുത്തത് നമുക്ക് പറയുമ്പോൾ രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ബിന്നി സെബാസ്റ്റ്യൻ, അതുപോലെ തന്നെ അഭിശ്രീ. രണ്ടുപേരെ
നമുക്ക് എന്താ പറയുക, അവർ രണ്ടുപേരും കൂടെ വരുമ്പോഴത്തേനും ടോപ്പ് 7 ടോപ്പ് 8ലേക്ക് വരും. പക്ഷെ ഇവർ രണ്ടുപേരും ടോപ്പ് 7ൽ ആരെ ഉൾപ്പെടുത്തണമെന്നൊരു സംശയമുണ്ട്. ബിന്നി ആദ്യ ആഴ്ചയിൽ മികച്ച രീതിയിൽ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ടൊന്ന് വേറിട്ട് മുന്നോട്ട് വന്നെങ്കിലും ഈ ഒരു രണ്ടാമത്തെ ആഴ്ച ഒരു ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അത് നമുക്ക് വരുന്ന ആഴ്ച നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. എന്നാലും കുഴപ്പമില്ല, ഒരു മികച്ച ഗെയിമർ എന്ന നിലയിൽ മുന്നോട്ട് വരുമെന്ന് തന്നെ കരുതുന്നു. സോ ബിന്നിയും അതുപോലെ തന്നെ അഭിശ്രീയും ടാസ്കുകളിലും തന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മികച്ച രീതിയിൽ ടാസ്കുകൾ കളിക്കുന്നുണ്ട്. അത്യാവശ്യം അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. സോ അഭിശ്രീയും അതുപോലെ തന്നെ ബിന്നി സെബാസ്റ്റിനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് തന്നെ ഉൾപ്പെടുത്തി അവിടെ നിർത്താം. സോ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയുടെ അവസാനം ഒരു ടോപ്പ് 7 കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് അനീഷ്, അതുപോലെ തന്നെ ഷാനവാസ്, ജിസേൽ, ആര്യൻ കത്തൂരിയ, അക്ബർ ഖാൻ, അപ്പാനി ശരത് ആൻഡ് ബിന്നി സെബാസ്റ്റ്യൻ, അഭിശ്രീ, ഇവർ രണ്ടുപേരും. അപ്പം ഇവരെയാണ് നമുക്ക് ഈ ഒരു ടോപ്പ് 7 കണ്ടസ്റ്റൻസിന്റെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയെന്നും ഒന്ന് കമന്റിൽ അറിയിക്കുക.